നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള ഗവർണറും കേരള സർക്കാരും തമ്മിലുള്ള യുദ്ധം വേറൊരു തലത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. കുറേ കാലത്തിന് ശേഷമാണ് ഒരു തുറന്ന പോരിന് കേരളം വേദിയാകുന്നത്. ഇപ്പോൾ കേരള സർവകലാശാലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കർശന സുരക്ഷയൊരുക്കണമെന്ന് ആവശ്യപ്പെട്ട പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിനെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ 2 വട്ടം വിളിച്ചു വരുത്തിയിട്ടും തീരുമാനമൊന്നുമായില്ല. ശനി ഞായർ ദിവസങ്ങളിലായിരുന്നു ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നത്. സർവകലാശാലയ്ക്കും വൈസ് ചാൻസലർക്കും സുരക്ഷ ഉറപ്പാക്കണമെന്നും സർവകലാശാലയുടെ 200 മീറ്റർ പരിധിയിൽ സമരങ്ങളും പ്രതിഷേധങ്ങളും തടയണമെന്നാണ് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് രാഷ്ട്രീയ സമവായം വേണമെന്നായിരുന്നു DGPയുടെ മറുപടി. ഇതിൽ ഗവർണർ അതൃപ്തനാണ്. ഈ സാഹചര്യത്തിലാണ് താൽക്കാലിക VC മോഹൻ കുന്നുമ്മൽ കേരള സർവകലാശാലയിലേക്ക് എത്താത്തത്. IBയുടെ സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന റവാഡ കേന്ദ്ര സർക്കാരിന്റെ അതിവിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്ഭവൻ അനുസരിക്കുമെന്ന് ആർലേക്കർ കരുതി. എന്നാൽ സംസ്ഥാന പോലീസ് മേധാവി കൂടുതൽ കൂറുകാട്ടുന്നത് സംസ്ഥാന സർക്കാരിനോടാണെന്നുള്ള വിമർശനമാണ് ഉയരുന്നത്. സർവകലാശാലയിൽ ഗവർണറുടെ എതിർ നിലപാടിലാണ് പിണറായി സർക്കാർ. ഈ സാഹചര്യത്തിലാണ് ആർലേക്കറിന്റെ ആവശ്യം പൂർണ്ണമായും റവാഡ അനുസരിക്കാത്തത്. സുരക്ഷയിൽ വിട്ടുവീഴ്ച വരുത്തിയാൽ ശക്തമായി ഇടപെടുമെന്ന് ഗവർണർ മുന്നറിയിപ്പ് നൽകി. ഇതേ തുടർന്ന് ഇന്നലെ മുതൽ VCക്ക് പോലീസ് സംരക്ഷണം നൽകി തുടങ്ങി. യാത്രകളിൽ പോലീസിന്റെ വാഹനത്തിന്റെ അകമ്പടി ഉണ്ടാകും. പരിപാടികളിലും ഓഫീസിലും പോലീസിനെ നിയോഗിക്കാമെന്ന് ഉറപ്പും നൽകി. നേരത്തെ കാലിക്കറ്റ് സർവകലാശാലയിൽ പോലീസ് പ്രകടനവും മറ്റും നിരോധിച്ചിരുന്നു. എന്നാൽ അതിന് ഹൈക്കോടതിയുടെ പഴയ ഉത്തരവിന്റെ പിൻബലമുണ്ടായിരുന്നു. കേരള സർവകലാശാലയിൽ ഇത് നടപ്പാക്കാൻ കഴിയില്ലെന്നാണ് പോലീസ് ഉന്നതർക്കിടയിലെ പൊതുനിലപാട്. കേരള സർവകലാശാലയിൽ പ്രതിസന്ധിക്ക് അയവില്ല. കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ എത്തുന്നതിൽ ആശയക്കുഴപ്പം തുടരുന്നു. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ സർവകലാശാല പോകുമ്പോഴും ആഴ്ചകളായി VC ഓഫീസിൽ എത്തിയിട്ടില്ല. ഗവർണർ മുൻപോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ കുന്നുമ്മലിന്റെ സുരക്ഷ പോലീസ് ഉറപ്പാക്കുന്നുണ്ട്. എന്നാൽ സർവകലാശാലയിൽ SFIക്കാർ നിരവധിയുണ്ട്. ഇവരുടെ അടുത്തേക്ക് VC എത്തിയാൽ എന്തും സംഭവിക്കാം. ഇതൊഴിവാക്കാനും വിദ്യാർത്ഥി നേതാക്കളെ ക്യാമ്പസിൽ നിന്ന് മാറ്റാനുമാണ് സർവകലാശാലയുടെ 200 മീറ്റർ പരിധിയിൽ സമരങ്ങളും പ്രതിഷേധങ്ങളും തടയണമെന്ന് പോലീസ് മേധാവിയോട് ഗവർണർ ആവശ്യപ്പെട്ടത്. എന്നാൽ പിണറായി സർക്കാർ ഇതിനെ അനുകൂലിക്കാത്തതുകൊണ്ട് അത് പോലീസ് ചെയ്യുന്നില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അതിവിശ്വസ്തനായിരുന്ന റവാഡ കേരളത്തിലെത്തുമ്പോൾ പിണറായി സർക്കാരിന്റെ നയങ്ങളെ ചേർത്ത് പിടിക്കുകയാണ്. സുരക്ഷ ഉറപ്പാകാതെ എത്താനാകില്ലെന്ന നിലപാടിലാണ് VC. ഈ ഫയലുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള VCയുടെ ശ്രമവും വിജയിച്ചിട്ടില്ല. നിലവിൽ നൽകിയ കരാർ മറികടന്ന് പുതിയ സോഫ്റ്റ്വെയർ തയ്യാറാക്കൽ പ്രായോഗികമല്ല എന്നാണ് വിലയിരുത്തൽ. മോഹൻ കുന്നുമ്മൽ സർവകലാശാല ആസ്ഥാനത്തെത്തിയാൽ ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് SFIയുടെ തീരുമാനം. തൃശൂരിൽ ഇന്നലെ ഗവർണറെ കണ്ട് VC സ്ഥിതിഗതികൾ ധരിപ്പിച്ചു. 2 ആഴ്ചയിലധികമായി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ എത്താത്തതും ഫയലുകൾ ഏത് രജിസ്ട്രാർക്ക് അയക്കണമെന്ന ആശയക്കുഴപ്പം നിലനിൽക്കുന്നതും മൂലം ബിരുദ സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടുന്നില്ല. തുല്യതാ സർട്ടിഫിക്കറ്റ് അടക്കം വിദ്യാർത്ഥികളുടെ പ്രവേശനത്തെ ബാധിക്കുന്ന സർട്ടിഫിക്കറ്റുകളിൽ തീരുമാനമെടുക്കുന്നതും മുടങ്ങി. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് ഇടതുപക്ഷ പ്രതിനിധികൾ ആവശ്യപ്പെട്ടെങ്കിലും VC നിരസിച്ചു. ഇന്നലെ ഗവർണറും VCയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലും പ്രശ്നപരിഹാരത്തിന് നിർദ്ദേശങ്ങളൊന്നുമില്ല. VC നേരിട്ടെത്തി ഒപ്പിടേണ്ട 2000ഓളം ബിരുദ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്നാണ് ഇടതുപക്ഷത്തിന്റെ വാദം. സിസ തോമസ് താൽക്കാലിക VC ആയിരുന്ന ഒരാഴ്ച ബിരുദ സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ടിരുന്നില്ല. 400ഓളം സർട്ടിഫിക്കറ്റുകൾ മാത്രമേ ഉള്ളൂവെന്നും തനിക്ക് സർവകലാശാലയിൽ പ്രവേശിക്കാവുന്ന സാഹചര്യം വന്നാൽ ഒറ്റ ദിവസം കൊണ്ട് ഒപ്പിടുമെന്നും ഡോക്ടർ മോഹൻ കുന്നുമ്മൽ പറയുന്നു. VC സസ്പെൻഡ് ചെയ്ത ഡോക്ടർ KS അനിൽകുമാറും പകരം ചാർജ് ലഭിച്ച മിനി കാപ്പനും രജിസ്ട്രാറുടെ ചുമതലയിൽ തുടരുകയാണ്. ഫയലുകൾ മിനി കാപ്പനിലേക്ക് എത്തുന്നില്ല. അനിൽകുമാർ വഴി എത്തുന്ന ഫയലുകൾ മിനി കാപ്പൻ വഴി അയക്കാൻ ആവശ്യപ്പെട്ട് VC തിരിച്ചയക്കുകയും ചെയ്യുന്നു. വിവിധ പരീക്ഷകളുടെ മാർക്ക് ലിസ്റ്റുകൾ, അഫിലിയേറ്റഡ് കോളേജുകളിലെ അക്കാദമിക് കോഴ്സുകളുടെ അംഗീകാരത്തിനുള്ള ഫയലുകൾ, അധ്യാപകരുടെ കരിയർ അഡ്വാൻസ്മെന്റ് സ്കീം സംബന്ധിച്ച ഫയലുകൾ, അധിക പ്ലാൻ ഫണ്ട് അനുവദിക്കാനുള്ള ഫയലുകൾ തുടങ്ങിയവയിൽ VCയുടെ ഒപ്പ് ആവശ്യമാണ്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തെങ്കിലും VC അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല. സസ്പെൻഷൻ അംഗീകരിച്ച് നടപടിക്രമം പാലിച്ച് KS അനിൽകുമാർ അപേക്ഷ നൽകിയാൽ പരിശോധിക്കാമെന്ന് VC നിലപാട് മയപ്പെടുത്തി. രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് യോഗത്തിന് സാധ്യതയുണ്ടോ എന്ന് ഉചിതമായ ഫോറത്തിൽ തീരുമാനമെടുക്കട്ടെ എന്നായിരുന്നു കോടതി നിർദ്ദേശം. ഉചിതമായ ഫോറം ആരെന്നതിലും തർക്കം. ഇത് ഗവർണറാണെന്നാണ് ഇടതുപക്ഷത്തിന്റെ വാദം.
എന്നാൽ ഈ ഫോറം താൻ തന്നെയാണെന്നും സിൻഡിക്കേറ്റ് യോഗം അസാധുവാണെന്നാണ് തന്റെ തീർപ്പെന്നും VC വിശദീകരിക്കുന്നു. ഈ തീർപ്പിൽ പരാതിയുണ്ടെങ്കിൽ ഗവർണറെയോ കോടതിയെയോ സമീപിക്കട്ടെ എന്നാണ് VCയുടെ പക്ഷം. താൽക്കാലിക VC നിയമനത്തിൽ അപ്പീൽ നൽകാൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അനുകൂല വിധി ലഭിക്കുമോ എന്നാണ് നിയമോപദേശം. നാളെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ശ്രമം. തീരുമാനം വരുന്നതുവരെ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ VCമാരെ നിയമിക്കില്ല. ഗവർണർ നിയമിച്ച 2 താൽക്കാലിക VCമാരുടെ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും നിയമനം തള്ളിയ സാഹചര്യത്തിൽ അപ്പീൽ വേണ്ടതായിരുന്നു ആദ്യ തീരുമാനം. പിന്നീടാണ് നിയമോപദേശം തേടാൻ തീരുമാനിച്ചത്. സർവകലാശാലകളിൽ വൈസ് ചാൻസലർക്ക് സുപ്രധാന പങ്കുണ്ടെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു. VCമാർ സർവകലാശാല താൽപര്യം സംരക്ഷിക്കണം. താൽക്കാലിക VC നിയമനം താൽക്കാലിക സംവിധാനം മാത്രമാണ്. താൽക്കാലിക VCമാരുടെ നിയമനം 6 മാസത്തിൽ കൂടുതൽ പാടില്ല. VC നിയമനം നീളുന്നത് വിദ്യാർത്ഥികളെ ബാധിക്കും. സ്ഥിര VC നിയമനത്തിൽ കാലതാമസം പാടില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. താൽക്കാലിക VC നിയമനത്തിൽ ചാൻസലർക്ക് മുന്നിൽ മറ്റു വഴികളൊന്നുമില്ലെന്നും VC നിയമനം സർക്കാർ ശുപാർശ അനുസരിച്ച് തന്നെ നടത്തണമെന്നും ഹൈക്കോടതിയും വ്യക്തമാക്കി. സർക്കാരിന്റെ ശുപാർശയില്ലാതെ നിയമനം നടത്തരുതെന്നാണ് 2022 സിസ തോമസ് കേസിലെ വിധിയെന്നും ഹൈക്കോടതി ഗവർണറെ ഓർമ്മിപ്പിച്ചു. സർവകലാശാല കാര്യങ്ങളിലെ കാവൽക്കാരനാണ് VC സ്ഥാനം ഒഴിഞ്ഞുകിടക്കുന്നത് സർവകലാശാല താൽപര്യമല്ലെന്നും ഹൈക്കോടതിയുടെ വിധിയിൽ വ്യക്തമാക്കി. VC നിയമനം സർക്കാർ പാനലിൽ നിന്ന് വേണമെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ളതായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. ഇതിനെതിരെയായിരുന്നു ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ച ഡിവിഷൻ ബെഞ്ച് ഗവർണറുടെ അപ്പീൽ തള്ളി. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് PV ബാലകൃഷ്ണൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് അപ്പീൽ പരിഗണിച്ചത്. ഏതായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ഇപ്പോൾ കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുവരെയായിട്ടും കുറച്ച് ദിവസങ്ങളായിട്ട് നേരിട്ടുള്ള SFIയുടെ റോഡിലിറങ്ങിയുള്ള പ്രതിഷേധങ്ങൾക്ക് ഒരു ശമനമുണ്ടെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും അത് സംഭവിക്കാം. അതിനു മുൻപ് തന്നെ ഇപ്പോൾ നിയമ വഴിയിലൂടെയാണ് ഗവർണറും സഞ്ചരിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള നീക്കങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരുന്നത്.